അപ്പോ പെൺകുട്ടികൾ പ്രേമത്തിന്റെയും അനുരാഗത്തിന്റെയും പിന്നാലെ പോകാനുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് അവരെ കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീധനത്തിന്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് പെൺകുട്ടി തന്നെ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്കും മനസ്സിലായിട്ടുണ്ടല്ലേ ഭർത്താവ് അല്ല ബാപ്പ വല്ലാതെ ഉത്സാഹിക്കൂല എന്നാ മനസ്സിലാകുന്നത്. കാരണം വലിയ സംഖ്യ സ്വർണ്ണത്തിന് ഇങ്ങനെ വില കൂടുകയാണ്. ഈ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭർത്താവിനെ അന്വേഷിക്കാനുള്ള ഒരു മൂഡ് ഈ ബാപ്പയ്ക്ക് ഇല്ല എന്ന് മനസ്സിലായാൽ ചിലപ്പോൾ ഈ പെൺകുട്ടി ദുർബലയായി മാറിപ്പോകും. അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിന്റെ വിലയേറിയ വിവരങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ആ കുട്ടിന്റെ മുമ്പിൽ വെച്ച് പറയണ്ട. പക്ഷേ പത്രങ്ങളിൽ ഇങ്ങനെ കൊണ്ട് നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും പെൺകുട്ടി വാർത്ത അറിയുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിയുള്ള സദസ്സിൽ വെച്ച് ബാപ്പയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മകൾക്ക് ഇപ്പൊ ഒരു പുതിയാപ്പിളൊക്കെ വേണമല്ലോ. അപ്പൊ ഉമ്മ പറയും എന്താപ്പ നമ്മൾ ചെയ്യുക. അപ്പൊ ബാപ്പാന്റെ മറുപടി, കുട്ടിന്റെ ബാപ്പാന്റെ മറുപടി, അതാ ഈ ബേജാറാണ്. അതിനൊക്കെ എല്ലാ പരിപാടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ആ കുട്ടി കേൾക്കേ നല്ല റാഹത്തുള്ള മറുപടി. നമ്മളെ ഒരു സാധനം ഉണ്ടല്ലോ ഒരുക്കി വെച്ചത്, ഏതാണത്? പണമല്ല നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിൽ ഒറ്റ സാധനമുണ്ട്. ആ വസ്തു നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ നമ്മുടെ പെൺകുട്ടിക്ക് നല്ല ഭർത്താവ് ലഭിക്കും. നമുക്ക് എല്ലാ വിഷയവും റാഹത്താക്കി തരും. സുബ്ഹാനല്ലാഹ്, എത്ര മദ്രസാമാലിമീങ്ങൾ, പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, അവരുടെ പെൺകുട്ടികൾക്ക് നല്ല ഭർത്താവിനെ കിട്ടിയ അനുഭവം എത്രയോ ഉണ്ട്. അതേസമയം വലിയ മുതലാളിക്ക് കിട്ടാതെ വേജാറായി അവസാനം കിട്ടി അത് തലാക്കായിട്ട് മുടങ്ങി കിടക്കുന്നില്ലേ? അപ്പൊ ഈ പൈസയല്ല ഇതിന്റെ അടിസ്ഥാനം എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാവണം. നമ്മൾ ആ കുട്ടി കേൾക്കുന്ന രൂപത്തിൽ, നമ്മളെ പൈസ അല്ലാതെ മകൾ കേൾക്കുന്ന രൂപത്തിൽ പറയാൻ പാടില്ല. ഭാര്യയും ഭർത്താവോട് സങ്കടം തീർക്കുന്നോളം മുമ്പിൽ വെച്ചാവരുത്. ഓട് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇത് ഞാൻ ഇപ്പൊ നാട് വിടുക നല്ലത്, എന്നാലും ഒരു ചങ്ങാതി ചിരിച്ചിരുന്നു, ഒന്ന് അങ്ങോട്ടും ചിരിച്ചാൽ കൂടെ തൊഴിൽ കഴിച്ച് അങ്ങോട്ട് പോകുക നല്ലത്. കാരണം അമ്മയും ബാപ്പയും പൈസ ഇല്ലാത്ത കഥയാണ് പറയുന്നത്. ഇമാം ഗസാലി അവിടെ മാത്രം പറയുന്നില്ല, ഭർത്താവിനോട് ഗസാലി ഇമാം പറയുന്നു നിന്റെ സാമ്പത്തിക സ്ഥിതി ഭാര്യയെ നീ അറിയിക്കണ്ട, നിന്റെ സാമ്പത്തിക സ്ഥിതി ഭാര്യയോട് പറയണ്ട. പല പുരുഷന്മാരും അവരുടെ സങ്കടപ്പാട് കംപ്ലീറ്റ് അവരോട് പറയലാണ്. ഞാൻ എന്താ ചെയ്യാ, എന്തെങ്കിലും വേണ്ടേ? അപ്പൊ അവളും ആകെ തകരാറാണ്. നമ്മൾ രണ്ടും കൂടി പോയിക്കാളുക. കുട്ടികളെന്തോ ആയിക്കോട്ടെ,